ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്കിരയാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല, ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏത് അർത്ഥത്തിൽ വരെ എത്തിയിട്ടുണ്ട്, ഏത് തലത്തിൽ എത്തിയിട്ടുണ്ട്, അമേരിക്കയുടെ ഇടപെടൽ എന്തൊക്കെയാണ്, ഇനി പാശ്ചാത്യ രാജ്യം നാറ്റോ സഖ്യത്തിൻ്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ്, അമേരിക്കയ്ക്ക് ഏതെങ്കിലും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് ഈ പ്രൊട്ടസ്റ്റുകാരെ കൊണ്ട് ഇറാനെ മറിച്ചിടാൻ കഴിയുമോ? ഇങ്ങനെയുള്ള ഒരുപാട് തലങ്ങളിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും മറ്റൊരു ചർച്ച വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ വാർത്തയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് ഇത്രമേൽ പേടിയുള്ള ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് ജൂതന്മാരാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അത് ഉണ്ടായ കാലം അത്രയും അവർ കൊടുത്തേ ശീലമുള്ളൂ, കിട്ടി ശീലമില്ല. 1947 ആ രാജ്യം കിരാതമായ മുറയിലൂടെയാണ് ജന്മം കൊള്ളുന്നത്. എല്ലാവർക്കും അറിയാം, ചരിത്രം നമ്മളിപ്പോൾ പറയുന്നില്ല. 2025 ആകുമ്പോഴേക്ക് ആ രാജ്യത്ത് ഒരടി കിട്ടിയിട്ടുണ്ട്. അത് ഇറാൻ്റെ മാത്രമാണ്. അതോടുകൂടെ തന്നെ മനസ്സിലായി ജൂതൻ്റെ ധൈര്യം എത്ര ഉണ്ട് എന്നുള്ളത്. ഒന്ന്, സൈറം മുഴങ്ങുമ്പോഴേക്ക് ഓടി ഒളിക്കുന്ന എലിക്കുട്ടികളെ പോലെയാണ് അവിടുത്തെ ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നോന്ന് വെച്ചാൽ മാറ്റമല്ല ഉണ്ടായത്, രാജ്യം വിട്ടു പോകാനുള്ള ടെൻഡൻസി കൂടി വരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇറാൻ്റെ ഭാഗത്താകട്ടെ, എന്ത് വേണം വില കൊടുത്തിട്ടാണെങ്കിലും സ്വന്തം രാജ്യത്ത് സ്വത്വബോധത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ ഗവൺമെൻറ്റും ഇറാൻ പൗരന്മാരും പറയുന്നുണ്ട്. ഇന്ന് പുതിയ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഈ ഭാഗത്തിരിക്കുന്നത്? അതായത് ഖമനയെ കണ്ടാൽ വേഗം മനസ്സിലാവും. മറുഭാഗത്തിരിക്കുന്നത് ചൈനയാണ്. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കാൻ വന്ന ആളാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ഒരുപാട് ആളുകൾ ഇത് പൂട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും പോകുന്നിടത്ത് വരെ പോകട്ടെ. പക്ഷേ അതിനൊരു മറുവിധി എന്താണെന്ന് വെച്ചാൽ, കാണുന്നതിൻ്റെ ആദ്യത്തെ 30 സെക്കൻഡിൽ ലൈക്ക് ചെയ്യാന്നൊക്കെയാണ്. 30 സെക്കൻഡ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, 1 മിനിറ്റ് ആയിട്ടുണ്ടല്ലേ. പിന്നെ രണ്ടാമത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ബട്ടൺ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, പറ്റുന്നവർ ചെയ്യുക. കാരണം പോയല്ലോ എന്ന് കരുതിയിട്ടാണ്, പറ്റുന്നവർ ചെയ്യാമെന്ന് കരുതുന്നു. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താണെന്നുള്ളത്: ബാഹ്യ പിന്തുണയുള്ള കൊള്ളക്കാരും കുറ്റവാളികളും മഹത്തായ ഇറാനിയൻ രാഷ്ട്രത്തിൻ്റെ പരമാധികാരം, അഥവാ ഇപ്പോൾ നിലവിൽ ആയത്തുള്ള ഖാംനൈ നടപ്പിലാക്കുന്ന ആ ഭരണ ചുമതലകളൊക്കെയുള്ള സർക്കാരിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ ഏതെങ്കിലും ക്ഷുദ്ര ശക്തികൾ, അഥവാ സ്വന്തം നാട്ടിലുള്ളവരാകട്ടെ ഇനി പുറത്തുനിന്ന ബാഹ്യശക്തികളായിട്ട് പ്രവർത്തിക്കുന്നവരാകട്ടെ, അങ്ങനെ ഒരു പരമാധികാരത്തിന് ലംഘനമുണ്ടാക്കുന്ന എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ ചൈന വെറുതെ നോക്കിയിരിക്കില്ല. അഥവാ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒഫീഷ്യൽ വന്നിട്ട് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു വാക്കുകളാണ് ഈ പറയുന്നത്. ഇനി അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്: സാമ്പത്തിക, സാങ്കേതിക, ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സൈനിക മേഖലകളിൽ ഇറാൻ സർക്കാരിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് അതാത് സമയത്ത് നൽകാൻ ചൈന പ്രതിജ്ഞാബദ്ധമാണ്. ഒരുപക്ഷെ ഈ വാർത്ത നമ്മൾ കേൾക്കുമ്പം അപ്പാടെ കണ്ണടിച്ച് മനസ്സിലാക്കണോ അല്ല വിശ്വസിക്കണോ എന്ന് ഒരു വേള ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും അങ്ങനെയായിരിക്കും. ചൈന എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഗെയിം ചെയ്യുന്ന ആളാണ്, ഒരു പ്ലെയറാണ്. അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ലോകത്തുള്ള മാർക്കറ്റ് എല്ലാ അർത്ഥത്തിലും ചൈനയെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് എന്തൊക്കെ ഉപാധികളും ന്യായങ്ങളും ഒക്കെ പറയാൻ പറ്റുമോ അതൊക്കെ അവിടെ വെച്ചിട്ട് അവർ പറയുന്നുണ്ട്. വെനിസ്വേലയിൽ ചൈനയുടെ എല്ലാ അധികാരവും ഉണ്ടായിട്ട് പോലും ചൈനൻ സർക്കാരിന് അവരുടെ എല്ലാ ഉത്തരവാദപ്പെട്ട ആളുകളെയും അവിടെ നിന്ന് വിഡ്രോ ചെയ്തത് നമ്മളിപ്പോൾ അടുത്ത് കണ്ടതാണ്. അതോടുകൂടെ ചൈനയുടെ എല്ലാ മതിപ്പും നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ചൈനയ്ക്ക് നല്ല രീതിക്ക് മൈലേജ് കിട്ടുന്നൊരു സമയമാണ്. ഞങ്ങളിവിടെ ഒരു ഭാഗത്ത് ജീവിക്കുന്നുണ്ട്, ഞങ്ങൾക്കും ആയുധങ്ങളുണ്ട്, ഞങ്ങൾക്ക് അഭ്യാസങ്ങളൊക്കെ അറിയാം, ഞങ്ങൾക്കും സൈന്യമുണ്ട്. അതൊന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ ഉണ്ടായ എല്ലാ പരിപാടികളിലും എന്തൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ചൈനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വെനസ്വേല ആ ഒരു പ്രധാനമന്ത്രി, രാഷ്ട്രപതിയെ തന്നെ 2 ആഴ്ചക്ക് മുമ്പ് ഇവർ രണ്ടുപേരും, ചൈനയും റഷ്യയും തോളോട് തോൾ ചേർന്നിട്ട് പോസ്റ്റിട്ട് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ നടുവിലിരിക്കുന്ന ആ ആളെ ഇന്ന് പിടിച്ചു കൊണ്ടുപോയി. ആരും ഒന്നും മിണ്ടുന്നില്ല. കാരണം ഇവരൊക്കെ അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. ഏത് കാലം, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ ഇത് തന്നെയാണ് നമ്മൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വിശ്വാസം എന്ന് പറയുന്ന സാധനം എടുത്ത് മരുന്നിന് പോലും എടുക്കാനില്ല എന്ന് പറയുന്ന എടുത്താണ് കാര്യങ്ങളൊക്കെ വന്നെത്തിയിരിക്കുന്നത്. ചൈന ഇങ്ങനെ തള്ളൽ കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും, ചൈന ഉണ്ടല്ലോ, ഈ റഷ്യ അതും ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഇറാൻ അങ്ങ്
അടക്കി വാണോളൂ ഒക്കെ വെറുതെ ആണെന്ന് തോന്നുന്നു പ്രേക്ഷകരെ. സ്നേഹത്തോടെ പറയുകയാണ്, ഇവിടെ ചൈനയ്ക്ക് ചൈനയുടേതായ താല്പര്യമുണ്ട്, അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ താല്പര്യമുണ്ട്, അതുപോലെ ഇസ്രായേലിന് ഇസ്രായേലിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒറ്റ താല്പര്യമുള്ളൂ, ഇസ്ലാമിക് റിപ്പബ്ലിക് രാഷ്ട്രം അതെന്നേക്കും എന്നേക്കും തല ഉയർത്തി നിൽക്കണം. ഏത് ഉപരോധമാണെങ്കിലും എന്താണെങ്കിലും ശരി, അതാണ് അവരുടെ താല്പര്യം. പക്ഷേ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ കുറുക്കൻ സ്വഭാവമുള്ളവരാണ്. റഷ്യക്ക് എണ്ണ വേണം, അത് ഈ ചൈന കൈയടത്തുന്നതിന് മുമ്പേ റഷ്യക്ക് സ്വന്തമായി ഇറാൻ പിടിച്ചെടുക്കണമെന്നൊക്കെ ഒരു സംസാരം നമ്മളൊക്കെ പറയുമല്ലോ, കരക്കമ്പി കേൾക്കുന്നുണ്ട്. അതുപോലെയൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ക്രിസംഗിയും കാസ വിഭാഗക്കാരൊക്കെ പറയുന്നത് ചൈന സഹായിക്കില്ല, അതുപോലെ തന്നെ റഷ്യയും സഹായിക്കില്ല, ഇറാൻ തകരുകയാണ്. ഇറാൻ തകർന്നേക്കാം, കാരണം ലോകത്ത് ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഏറ്റവും നന്നായി വളർന്നു പന്തലിച്ചതൊക്കെ തകർന്നു പോയിട്ടുണ്ട്. അതിലെത്ര സോവിയറ്റ് യൂണിയൻ തകർന്നു. ഏറ്റവും പിൽക്കാലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാനാണ് ദൈവം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്തായിരുന്നു? ഫറോവ എന്നാണ്. ആ മനുഷ്യൻ തന്നെ വെള്ളം കുടിച്ച് മരിച്ചു പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിലൂടെ വായിച്ചതാണ്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിലും ഒറ്റൊരാൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരാൾക്ക് അജയ്യമായി വിലസാനൊന്നും സാധിക്കില്ല. ഉള്ള കാലത്ത് അന്തസ്സോടെ ഒരു ദിവസമാണെങ്കിലും സിംഹത്തെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്ക് പൊരുതും എന്ന് പറയുന്ന വാക്കുകൾ പോലും റഷ്യയോടും ചൈനയോടുമുള്ള ഒരു തീർപ്പ് കൽപ്പിക്കലാണ്. നിങ്ങളില്ലെങ്കിലും ഞങ്ങൾ പൊരുതും, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. പക്ഷേ മുടന്തൻ ന്യായങ്ങളും നിരുത്തരപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും അഴിച്ചുവിട്ടിട്ട് ഞങ്ങളെ വല്ലാതെ ആശയുള്ളവരാക്കി മാറ്റരുത്. ഞങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഞങ്ങൾക്ക് കെൽപ്പുണ്ട് എന്നൊക്കെ പറയുന്ന മറ്റ് ആർട്ടിക്കിളുകളും കാണുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പം നിലവിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനാണ് ചൈനയ്ക്ക് ഇഷ്ടമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അപ്പുറം ഇപ്പുറം എന്നുള്ളതൊക്കെ ഒരൊറ്റ സ്ഫോടനം നടന്ന് അറിയാൻ പറ്റും ചൈന എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അത് ചൈനയ്ക്ക് ചൈന എന്ന് പറയുന്ന ഒരു രീതി തന്നെ ഉണ്ട്. അവരുടെ സ്വഭാവം വളരെ വ്യത്യാസമാണ്. റഷ്യയുടെ സ്വഭാവം കുറേയും കൂടി നല്ലതാണെന്ന് നമ്മൾ അടുത്ത കാലത്ത് വരെ വിശ്വസിക്കുന്നു. പക്ഷേ വെനസ്വേലയുടെ കാര്യത്തിൽ വന്നപ്പം, ക്യൂബയുടെ കാര്യത്ത് നേരത്തെ സംഭവിച്ചപ്പോൾ ഈ റഷ്യ മുണ്ടാട്ടം ആടിയിട്ടില്ല. കാരണം അവർക്കൊരു നിലനിൽപ്പുണ്ട്. വേണ്ടാത്ത കാര്യത്തിൽ തലവെച്ചിട്ട് ഉള്ള ഉടലും പോകേണ്ടതില്ലല്ലോ എന്ന് കരുതുന്ന സ്വഭാവമായിരിക്കും മിക്കപ്പോഴും ഈ റഷ്യയുടെയും ചൈനയുടെയും. കാരണം അവർക്ക് ഡയറക്റ്റ് ഒരു അക്രമം നടത്തുന്നില്ലല്ലോ. ആവുന്നതിലും അധികവും ഇപ്പോൾ യുക്രൈനുമായിട്ട് സംഗതികളൊക്കെ നടത്തുന്നുണ്ട്. ആ ഡീലിംഗ് തന്നെ എവിടെ എത്തിയിട്ടുമില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ചൈന ഉണ്ടാവുക റഷ്യ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നാണ് ഈ കാലം അത്രയും വാർത്തകളും അതേപോലെ ആർട്ടിക്കിളും വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. എന്താണെങ്കിലും കാലം ഇനി കൂടുതലൊന്നും പോകാനില്ല. സാമ്പത്തികമായിട്ട് പിന്നാക്കം പോകാൻ എല്ലാ സാധ്യതയും ലോകക്രമം ഇങ്ങനെ കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. പറ്റുമെങ്കിൽ ആഡംബരങ്ങളൊക്കെ ഒന്ന് കുറച്ചാൽ നന്നായിരിക്കും. അതല്ല മതവിഭാഗക്കാരോടാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ഒരു വലിയ പ്രതിസന്ധി വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ കരുതുന്ന ആളുകൾ വീടൊക്കെ വെക്കുമ്പോൾ ഒന്ന് ചെറുതാക്കുക, വാഹനങ്ങൾ കൊള്ളാവുന്നതൊക്കെ നോക്കുക. അപ്പോൾ നോക്കും ജീവിക്കണ്ടേ, ജീവിതം മരിക്കുന്നത് വരെയുള്ളൂ. ഓക്കെ, എന്നാലും അവിടം വരെയെങ്കിലും സമാധാനത്തോടു കൂടി ജീവിക്കാമല്ലോ. പേർഷ്യ അഥവാ ഇറാൻ തകരുകയാണെങ്കിലോ നിഷ്പ്രയാസം നമ്മുടെ ഗൾഫ് കൺട്രി തകരും. അതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ ഉദാഹരണമാണ് ജൂൺ 25 ശേഷമോ അതിന് മുമ്പോ ഖത്തറിലേക്ക് വേണ്ടി എല്ലാ സമ്മതത്തോടു കൂടിയും ഒരു റോക്കറ്റ് വിക്ഷേപിച്ചപ്പം 9 എന്ന് പറയുന്നുണ്ട്, 4 അവിടെ പൊട്ടി, ബാക്കിയെല്ലാം അവരെ തടുത്തു നിർത്തുന്നൊക്കെ പറയും. അന്ന് നമ്മളൊക്കെ പരിഭ്രമം എത്രയായിരുന്നു. അതോടുകൂടെ മനസ്സിലായി യുദ്ധത്തിൻ്റെ ഭീകരത എന്താണെന്നുള്ളത് മലയാളികൾക്കടക്കം മനസ്സിലായി. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ചുരുക്കി ജീവിതം മുന്നോട്ട് നയിക്കൽ നല്ലതാണ്. ഇറാനിലെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വൈദ്യുതി കുറക്കണം, ഇന്ധനം കുറക്കണം, വെളിച്ചം കുറക്കണം. വെളിച്ചം കുറക്കുക എന്ന് പറഞ്ഞാൽ ഗുഹകളിലും അതേപോലെ തന്നെ ബങ്കറുകളിലും പോയി താമസിക്കാൻ നിങ്ങൾ എക്സ്പേർട്ട് ആകണം. എക്സ്പീരിയൻസ് ഇപ്പോഴേ ചെയ്യണമെന്നാണ്. ഇത് എവിടത്തേക്ക് പോകുമെന്ന് ചോദിച്ചാൽ 3-ാം ലോക മഹായുദ്ധം എല്ലാ അടയാളപ്പെടുത്തലുകളും നടത്തി വരുന്നുണ്ട് എന്ന് മാത്രം. അങ്ങനൊരു യുദ്ധം ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ ഈ ലോകം പാടെ മാറി മറ്റൊരു ലോകത്തേക്ക് നടക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പറ്റുമെങ്കിൽ നമുക്ക് ചാനലിന് സപ്പോർട്ടായിട്ട് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ലൈക്കും അതേപോലെ കമൻറ്റും എന്താ പറയുക സബ്സ്ക്രിപ്ഷനും വാങ്ങിയിട്ട് വലിയൊരു 1,00,000 സബ്സ്ക്രൈബേഴ്സും ആകാനൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അഥവാ ചാനലിൽ ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതിലൂടെ ഇന്നത് ചെയ്ത ഇന്നതാണ് പ്രശ്നം എന്നുള്ളത് പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി പോകുമല്ലോ. ഇന്നത് ചെയ്താലാണ് ചാനലിൽ പൂട്ടിപ്പോവുക എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വിഷയം പറയുന്നില്ല. പറ്റുമെങ്കിൽ നിങ്ങളോടൊക്കെ റിക്വസ്റ്റായിട്ട് പറയുകയാണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. 30 സെക്കൻഡ് ലൈക്ക് ചെയ്യണമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പറ്റുന്നവർക്ക് ചെയ്യുക. എല്ലാ സഹകരണത്തിനും മുക്തകണ്ഠം എല്ലാവിധ അഭിനന്ദനങ്ങളും കടപ്പാടും അറിയിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.